ശാസ്ത്ര വിദ്യാർത്ഥിനിയായിരുന്നു. സാമൂഹ്യ പ്രവർത്തനങ്ങളിൽ ഇടപെടലുകൾ നടത്തി. പത്രപ്രവർത്തനത്തിന് കൂടുതൽ മികവ് ലഭിക്കുവാൻ വേണ്ടി ഇപ്പോൾ അഭ്യസിക്കുന്നു. എന്തായിരിക്കും ജിസയുടെ മനസ്സിൽ? കൗണ്ട് ഡൗൺ പ്ലീസ്. Thumbs up. Jisa, please walk in. So, ജിസ ധീരമായി മുന്നോട്ട് പോകാനാണ് തീരുമാനിച്ചത്. ഓൾ ദ ബെസ്റ്റ്. എല്ലാ വിഷയങ്ങളും ആ പടികഗോളത്തിലുണ്ട്. പക്ഷേ ഈ യജ്ഞം പോലെ വീട്, അമ്മ മുതലായ വളരെ ഷാർപ്പായ വിഷയങ്ങളായിരിക്കില്ല. നിങ്ങളുടെ സൗകര്യത്തിന് വളരെ കോമണായ വിഷയങ്ങളാണെല്ലാം. രാഷ്ട്രീയം, സാഹിത്യം, കല, ചരിത്രം, സ്പോർട്സ് എന്നിങ്ങനെ ലോകത്തിലെ എല്ലാ വിഷയങ്ങളെയും ജനറലൈസ് ചെയ്യുന്ന സബ്ജക്റ്റുകളാണ് അതിനകത്തുള്ളത്. അതിൽ നിന്ന് നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന വിഷയവുമായി ബന്ധപ്പെട്ട ഒരാളിൻ്റെ പേരാണ് വിചാരിക്കേണ്ടത്. എൻ്റെ പക്കൽ 21 ചോദ്യങ്ങളില്ല, 18 ചോദ്യങ്ങളേ ഉള്ളൂ. നിങ്ങൾക്ക് 6 ലൈഫ് ലൈനുകളുടെ സഹായം കമ്പ്യൂട്ടർ വഴി ലഭ്യമാകും. ഓൾ ദ ബെസ്റ്റ്. എന്നോട് പറയരുത് വിഷയം എന്താണെന്ന്. ദുഷ്കരമാണോ വിഷയം? വിഷയം പ്രയാസമാണെങ്കിൽ ജിസയുടെ മുന്നിൽ ഒരു ഓപ്ഷനുണ്ട്. ജിസയ്ക്ക് വേണമെങ്കിൽ അത് തിരികെ നിക്ഷേപിച്ചിട്ട് മറ്റൊന്നെടുക്കാം. പക്ഷേ അങ്ങനെ ചെയ്യുന്നത് വഴി എനിക്ക് 2 ബോണസ് ചോദ്യങ്ങൾ ലഭിക്കും. 18 ചോദ്യങ്ങൾക്ക് പകരം 20 ചോദ്യങ്ങൾ എനിക്ക് ലഭിക്കും. ഒരുപക്ഷെ ഇനി എടുക്കാൻ പോകുന്നത് ഇതിനേക്കാൾ പ്രയാസമുള്ള വിഷയമാണെങ്കിലോ അല്ലേ? വളരെ യുക്തിപരമായ ഒരു തീരുമാനമാണ് ഇപ്പോൾ എടുക്കുന്നത്. ആരെയായിരിക്കും ജിസ മനസ്സിലോർക്കുക? ജീവിച്ചിരിക്കുന്നയാളിനെയോ മരിച്ചുപോയാളിനെയോ? എനിക്കറിയില്ല. അറിയാം. യജ്ഞം. ജിസ, wish you all the best. ശ്രീ വി കെ ശ്രീരാം, ജിസ വിചാരിച്ച വ്യക്തിയുടെ പേര് നോബൽ ഗൈഡായ താങ്കൾ അംഗീകരിക്കുന്നു? അംഗീകരിക്കും. ആ വ്യക്തിയെക്കുറിച്ച് ജിസയ്ക്ക് ആവശ്യമുള്ള ഇൻഫർമേഷൻ നൽകാൻ കമ്പ്യൂട്ടർ തയ്യാറാണോ നിമി? കമ്പ്യൂട്ടർ തയ്യാറാണ്. തയ്യാറാണ്. കമ്പ്യൂട്ടറിന്റെ സഹായം ജിസയ്ക്ക് ഉറപ്പുവരുത്തുന്നത്, ജിസ യജ്ഞത്തിൽ വ്യക്തിയായാലും സംഭവമായാലും സ്ഥലമായാലും മത്സരാർത്ഥി വിചാരിക്കുന്നത് മത്സരാർത്ഥിയുടെ സ്വന്തം വിജ്ഞാനത്തിൽ നിന്നാണ് ഒരു പേര് തിരഞ്ഞെടുക്കുന്നത്. ആ വ്യക്തിയെക്കുറിച്ച് ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ചിലപ്പോൾ വർഷങ്ങളുടെയും മറ്റും കൃത്യമായ വിവരം ഓർമ്മയിൽ ഉണ്ടാകണം എന്നില്ല. അതൊരു അയോഗ്യതയാകരുത് എന്നുള്ളത് കൊണ്ട് 6 തവണ വരെ, 18 ചോദ്യങ്ങളിൽ 6 തവണ വരെ, പിന്നീട് 7 തവണ, പിന്നെ 8 തവണ വരെ കമ്പ്യൂട്ടറിൻ്റെ സഹായം ഉത്തരം പറയാൻ തേടാം. ദാറ്റ് മീൻസ് ഞാൻ ചോദിക്കുമ്പോൾ ജിസയ്ക്ക് സംശയമുണ്ടെങ്കിൽ ജിസയ്ക്ക് ലൈഫ് ലൈൻ ചോദിക്കാം. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. കുതിരയാണ് യാഗത്തിൽ രക്ഷിച്ചത് അല്ലേ? അതെ. യജ്ഞത്തിലും ഈ കുതിരയുടെ മുൻകാൽ കുതിപ്പ് ജിസയ്ക്ക് കൂട്ടായിരിക്കും. ജിസയും ഒരുമിച്ച് വിപരീത സമസ്യയുടെ നിമിഷങ്ങൾ ഇവിടെ ഇങ്ങനെ ആരംഭിക്കും. ജിസ വിചാരിച്ച വ്യക്തി ഒരു പുരുഷനാണോ? അതെ. ആണ്. ജീവിച്ചിരിപ്പുണ്ടോ? ഇല്ല. ഇല്ല. സാധാരണഗതിയിലാണോ മരിച്ചത്? ലൈഫ് ലൈൻ വേണോ? മരണത്തെക്കുറിച്ച് സംശയമുണ്ട്. വാസ് ഇറ്റ് എ നാച്ചുറൽ ഡെത്ത്? നാച്ചുറൽ. അപ്പോൾ 3 വാസ് എ ലൈഫ് ലൈൻ. കുഴപ്പമില്ല. ഇനിയും ഉണ്ട്. എത്ര ലൈഫ് ലൈൻ? 5 ലൈഫ് ലൈൻ. ഇന്ത്യൻ അല്ല. 1950 ശേഷം മരണം? അല്ല. അല്ല. 1900 ശേഷം മരണം? അതെ.
ഏഷ്യൻ അതെ. ആണ്. ആണ്. ഏഷ്യനല്ല. ഏഷ്യൻ അല്ല. അല്ല. ജനനം കൊണ്ടാണ് ഏഷ്യനാവുന്നത്. അയാൾ ഏത് നാട്ടുകാരനാണെന്ന് ചോദിച്ചാൽ ഏത് കോണ്ടിനെന്റിലാണ് അയാൾ ജനിച്ചു എന്നുള്ള നിലക്ക് ജനനം കൊണ്ട് ഏഷ്യൻ അയാൾ അവിടെ ഒരു ആസ്പത്രിയിൽ പ്രസവിച്ചുകൊണ്ട് അയാൾ ഈ നാട്ടിലാകാരനാവില്ല. ഏഷ്യൻ ആണോ എന്നാണ് ചോദ്യം. അല്ല. അല്ല. സോ ഹി വാസ് നോട്ട് എൻ ഏഷ്യൻ അല്ലേ? യൂറോപ്യൻ യെസ്. ആണ്. ബ്രിട്ടൻ, ഫ്രാൻസ്, ഗ്രീസ്, ജർമ്മനി, ഇറ്റലി ഇതിലൊന്നാണോ രാജ്യം? അതെ. ആണ്. ബ്രിട്ടീഷ് അതെ. ആണ്. രാഷ്ട്രീയം, കല, സാഹിത്യം ഇതിലൊന്നാണോ പ്രധാന മേഖല? പോളിറ്റിക്സ്, ആർട്സ്, ലിറ്ററേച്ചർ? അല്ല. മതപരം, ആത്മീയം, സാമൂഹ്യ പ്രവർത്തനം ഇതിലൊന്നാണോ പ്രധാന മേഖല? അല്ല. അല്ല. സ്പോർട്സ്, ശാസ്ത്രം, ബിസിനസ്, ഒഫീഷ്യൽ ഇതിലൊന്നാണോ പ്രധാനം? അതെ. സ്പോർട്സ് ആണോ? അല്ല. സയൻസ്? അല്ല. ഇന്ത്യയുമായി എന്തെങ്കിലും ബന്ധം? ഉണ്ട്. ഔദ്യോഗിക സേവനം നിർവഹിച്ചിട്ടുണ്ടോ അദ്ദേഹം ഇന്ത്യയിൽ? ഉണ്ട്. യൂണിഫോം ഉള്ള ഔദ്യോഗിക സേവനമായിരുന്നു അത്? അതെ. ഭാരതീയരെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം കുപ്രസിദ്ധനായ ഒരാളായിരുന്നു? അതെ. കുപ്രസിദ്ധനായിരുന്നു അദ്ദേഹം. He was notoriously famous. ബ്രിട്ടീഷുകാരനായ ഉദ്യോഗസ്ഥനായിരുന്നു, സൈനിക ഉദ്യോഗസ്ഥനായിരുന്നു എന്നതുകൊണ്ട് ഒരാൾ കുപ്രസിദ്ധനാവില്ല. എന്തെങ്കിലും കുപ്രസിദ്ധമായ കാരണങ്ങൾ കൊണ്ട് ഹി വാസ് നൊട്ടോറിയസ്ലി ഫേമസ്. അത് ശരി തന്നെയാണ്, കുപ്രസിദ്ധനായിരുന്നു അല്ലേ? ഉറപ്പ് തന്നെയാണ്. അതെ. ശരി, എൻ്റെ അവസാനത്തെ ചോദ്യം, മൈ ഫൈനൽ ക്വസ്റ്റ്യൻ, വെദർ ഹി ഹാസ് എനിത്തിങ് ടു ഡു വിത്ത് ദ പർട്ടിക്കുലർ ഇയർ 1919? അതെ. ഉണ്ട്. ഉണ്ട്. ജനറൽ ഡയറിനെ വധിച്ചത് ഉദ്ധം സിംഗ് ആണ്. ഉദ്ധം സിംഗ് വെടിവെച്ച് കൊല്ലുകയായിരുന്നു ഡയറിനെ എന്നൊരു തെറ്റിദ്ധാരണയുണ്ട്. പക്ഷേ ഉദ്ധം സിംഗ് കൊന്നത് ആ സമയത്ത് തന്നെ പഞ്ചാബ് പ്രവിശ്യയുടെ ഗവർണറായിരുന്ന മൈക്കൽ ഒ ഡയറിനെയാണ് ഉദ്ധം സിംഗ് കൊന്നത്. ജനറൽ ഡയറിനെ അല്ല വെടിവെച്ച് കൊന്നത്. പക്ഷെ ഞാനും എൻ്റെ കുട്ടിക്കാലത്ത് സ്കൂളുകളിൽ മലയാളത്തിൽ അച്ചടിച്ച ചരിത്ര പാഠപുസ്തകങ്ങളിൽ പഠിച്ചിരുന്നത് ഉദ്ധം സിംഗ് ജനറൽ ഡയറിനെ കൊന്നു എന്നാണ്. അതിനെല്ലാം മുമ്പ് വളരെ ഗൗരവമായൊരു ചോദ്യം ചോദിക്കട്ടെ. താങ്കൾ വിചാരിച്ച വ്യക്തി ജനറൽ ഡയർ ആണോ? ആയിരുന്നു. ആയിരുന്നു. എന്നെ വല്ലാതെ കുഴച്ചത് ആ ലൈഫ് ലൈനാണ്. കാരണം ഉദ്ധം സിംഗ് എന്ന മനുഷ്യൻ 1940കളുടെ ആരംഭത്തിൽ ലണ്ടനിൽ എത്തുകയും അവിടെ ജീവിക്കുകയും അവിടെ വച്ച് റാം മുഹമ്മദ് സിംഗ് ആസാദ് എന്ന ഔദ്യോഗികമായി പേരുമാറ്റുകയും ചെയ്ത് ജനറൽ ഡയറിനെ കൊല്ലുകയും ജനറൽ ഡയറിനെ കൊന്നുകഴിഞ്ഞതിന് ശേഷം ബ്രിട്ടീഷ് കോടതി പരിശോധിച്ചപ്പോൾ പേര് മാറ്റി ഇയാളുടെ പഴയ പേര് ഉദ്ധം സിംഗ് ആയിരുന്നു എന്ന് കാണുകയും എന്തുകൊണ്ട് നിങ്ങൾ പേരുമാറ്റി എന്ന് ചോദിച്ചപ്പോൾ എൻ്റെ രാജ്യത്തിന് 1919 ജാലിയൻ വാലാബാഗിലേറ്റ അപമാനത്തിൻ്റെ മുറിവിൻ്റെ നീറ്റൽ മാറ്റാൻ ഞാൻ ഏറ്റെടുത്ത മിഷനാണിത്. അത് ചെയ്യേണ്ടത് ഉദ്ധം സിംഗ് ആയല്ല, രാമൻ്റെ, ഇന്ത്യൻ ഹിന്ദുക്കളുടെ പ്രതീകമായി രാമൻ്റെ പേരിൽ രാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലത്തിന്റെ പേരിൽ മുഹമ്മദ്, സിഖ് ദേശീയതയുടെ സിംഗ്, സ്വതന്ത്രൻ എന്നർത്ഥമുള്ള ആസാദ്, ഇതെല്ലാം ചേർന്ന് വേണം ഞാനത് ചെയ്യാൻ. അതുകൊണ്ട് ഞാൻ പേരുമാറ്റി ഉദ്ധം സിംഗ് ഡയറിനെ കൊന്നു എന്നാണ് നമ്മളെല്ലാം പഠിച്ചത്. പക്ഷെ ഉദ്ധം സിംഗ് കൊന്നത് ജനറൽ ഡയറിനെ അല്ല. ജനറൽ ഡയർ ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടത്തുന്ന കാലഘട്ടത്തിലെ ആ പ്രവിശ്യയുടെ ഗവർണറായിരുന്ന മൈക്കൽ ഒഡയറിനെയാണ് ഉദ്ധം സിംഗ് വധിച്ചത്. കേണൽ റെജിനാൾഡ് എഡ്വേർഡ് ഹാരി ഡയർ. ജനറൽ ഡയർ 1919 അമൃത്സറിൽ വെച്ചു നടന്ന അതിദാരുണമായ ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് കാരണക്കാരനായ ബ്രിട്ടീഷ് ബ്രിഗേഡിയർ ജനറൽ. ഇതിനെ തുടർന്ന് ഡയറിനെ ഉദ്യോഗത്തിൽ നിന്ന് പുറത്താക്കിയെങ്കിലും അന്നത്തെ ബ്രിട്ടീഷ് രാജ്യവുമായി ബന്ധപ്പെട്ട ബ്രിട്ടീഷുകാർ ഡയറിനെ ഒരു ഹീറോയായാണ് കണ്ടത്. നിമി, പ്ലീസ്.
ഞങ്ങളുടെ ഈ അശോഭഹാരം ജിസ ഇതിൽ പങ്കെടുത്തിട്ടില്ലായിരുന്നു എങ്കിൽ ഈ നിമിഷം ലഭിക്കില്ലായിരുന്നു. ഒരുപക്ഷെ ധാർമ്മികമായ ഇത്തരം പരിപാടികൾക്കുള്ള ഒരു ദൗത്യവും എവിടെയോ പറ്റിക്കിടക്കുന്ന ചില തെറ്റായ ധാരണകൾ തിരുത്തുക എന്നതുകൂടിയാണ്. ജിസയുടെ ഈ ചിന്ത കേരളത്തിലെ പ്രേക്ഷകർക്ക്, വിദ്യാർത്ഥികൾക്ക് വളരെ ഉപകാരപ്രദമായ ഒരു പുത്തൻ അറിവിൻ്റെ പങ്കുവയ്ക്കൽ കൂടിയായി അല്ലേ? മെർ റിയൽറ്റേഴ്സ് നൽകുന്ന ക്യാഷ് അവാർഡ്. ഈ പുരസ്കാരങ്ങളെക്കാളെല്ലാം വലുതാണ് ജിസയുടെ പ്രാതിനിധ്യവും പങ്കാളിത്തവും. വളരെ രസകരമായിരുന്നു മത്സരത്തിൻ്റെ നിമിഷം. മനോഹരമായ ചിന്ത, മികച്ച മത്സരാർത്ഥി. ഏകാന്തതയുടെ മനഃശാസ്ത്രം നമ്മളെ വല്ലാതെ വേട്ടയാടുമ്പോൾ നമുക്ക് ഇത്തരം ഓർമ്മകൾ ഷെയർ ചെയ്യാം, ഇത്തരം അറിവുകൾ പങ്കിടാം. വല്ലപ്പോഴുമൊക്കെ പുസ്തകത്താളുകളിൽ പണ്ട് മാനം കാണാതെ ഒളിപ്പിച്ചു വെച്ച മയിൽപ്പീലിത്തുണ്ടെടുത്ത് ഒന്നിങ്ങനെ നിർത്താം. ശുഭരാത്രി ഫ്രം GS.